ഹലോ ഗൈസ്, ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഭാഗം ഒരു ഹാപ്പി ഓണം. അപ്പൊ ഇന്നും കൂടെ ഉള്ള വർക്ക്ഷോപ്പ് ഒരാഴ്ച അവധിയാണ്. എല്ലാ ഓണത്തിന്റെ തലേന്ന് വർക്ക്ഷോപ്പ് ക്ലീൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലെ പരിസരവും പോച്ചെല്ലാം വെട്ടി വൃത്തിയാക്കിയിരിക്കും. വർക്ക്ഷോപ്പിലെ എല്ലാ സ്റ്റാഫുകളും ഒത്തു ചേർന്നാണ് ക്ലീൻ ചെയ്യുന്നത്. ഷിജയും ബിനോയുമാണ് എ ബ്ലോക്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തെ കാടെല്ലാം വൃത്തിയാക്കുന്നത് നമ്മുടെ നിബിനാളിയനാണ്. ബാക്കി സാധനങ്ങളെല്ലാം മാറ്റി ടൂൾസ് എല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ബി ബ്ലോക്ക് ക്ലീൻ ചെയ്യുന്നത് ഞാനും അനന്തും അജാസിക്കയും കൂടെ ആണ്. നമുക്ക് ഇനി ഓണം കഴിഞ്ഞിട്ടുള്ള പണി എന്ന് വെച്ചാൽ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ കയറ്റണം. ആക്സിഡന്റ് വർക്ക് ആയിരുന്നു, എല്ലാം ലെവൽ ചെയ്തിട്ട് ഇനി എഞ്ചിൻ കയറ്റണം. ആ ഒരു വീഡിയോ ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ ബേസ് ബോർഡ് എല്ലാം ഒതുക്കി ആക്രിക്ക് കൊടുക്കുകയാണ്. ഒതുക്കുന്നത് നമ്മുടെ ബിനോയാണ്. അതുപോലെ തന്നെ കാറിന്റെ സ്പെയറും ആക്രി സാധനങ്ങളെല്ലാം തൂക്കി ആക്രിക്ക് കൊടുക്കുകയാണ്. വർക്ക്ഷോപ്പിന്റെ മുറ്റത്തെല്ലാം പോച്ച കളിച്ചിട്ടുണ്ട്, അതെല്ലാം ചെത്തി വാരുകയാണ്. പിന്നെ അജാസിക്ക എന്റെ കൂടെ കൂടി ഞാൻ അജാസിക്കയാണ് പിന്നെ ക്ലീൻ ചെയ്യുന്നത്. ശേഷം ഒരു സിയാസ് വന്നിരുന്ന ഫ്രണ്ടിൽ നിന്ന് നല്ല സൗണ്ട് ആയിട്ടാണ് വന്നത്. അതിന്റെ വർക്ക് ചെയ്യുന്ന നമ്മുടെ നിബിനാളിയനാണ്. സ്റ്റീറിംഗ് ബോക്സിന്റെ ബുഷ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ശേഷം ഫൈനലി നമ്മുടെ വർക്ക്ഷോപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷെഡാണ് എ ബ്ലോക്ക്, ലിഫ്റ്റ് ആണ് ബി ബ്ലോക്ക്. തരക്കേടില്ലാതെ എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ശേഷം ഞങ്ങളെ വർക്ക്ഷോപ്പിലെ മുതലാളിയുടെ വക ഓണസദ്യ ഉണ്ട്. എല്ലാ വർഷവും ഈ ടൈം ആകുമ്പോൾ ഓണസദ്യ ഉണ്ട്. നമ്മുടെ ബിനോയുടെ ബൊലേറോയിലാണ് നമ്മൾ പോകുന്നത്. ശേഷം നമ്മുടെ മുതലാളിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ശേഷം നമ്മൾ വലിയൊരു ടാർപ്പ എല്ലാം വിരിച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തിരിക്കുന്നത്. സദ്യ എല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. പരിപ്പ് മുതൽ പായസം വരെ ഉണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ഓടയുണ്ട്, ആ ഓടയിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ അതിലായിരുന്നു ശ്രദ്ധ. ശേഷം ഇലയൊക്കെ വിളമ്പിയത് നമ്മൾ അജാസിക്കയാണ്. പഴം സപ്ലൈ ചെയ്യുന്ന നമ്മുടെ പ്രിൻസ് ആണ്. ശേഷം ഉപ്പേരും ശക്കരവരട്ടി വെക്കുന്നത് നമ്മുടെ നിബിനാണ്. ഓരോ വിഭവങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. നാരങ്ങാച്ചറ വിളമ്പുന്നത് നമ്മുടെ വീണ്ടും പ്രിൻസ് ആണ്. ബിനോയ് ആണെങ്കിൽ ഒത്തിരി വെയിറ്റ് ഉള്ള സാധനം വിളമ്പത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ എടുത്ത് തരികയാണ് നമ്മൾ ബിനോയ്. തോരൻ വന്നു, അവില് വന്നു, അച്ചടി വന്നു, ഇച്ചടി വന്നു. അങ്ങനെ കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള ഫുഡ് വിളമ്പാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ തീയല് വിളമ്പുകയാണ്. ഇനി ഇങ്ങനെ ഒരു ഓണസദ്യ ഇനി അടുത്ത വർഷത്തേക്കേ ഉള്ളൂ. ഫൈനലി നമ്മുടെ ബിനോയ് ചോറ് വിളമ്പുകയാണ്. ഞാൻ പറഞ്ഞ കുറച്ച് വിളമ്പേ വന്നത് പിന്നെയും ചോറ് ഇടുകയാണ് നമ്മുടെ ബിനോയ്. അങ്ങനെ പരിപ്പ് ഒഴിച്ച് ഒരു പപ്പടം കൂട്ടി കലാസ്നിക്ക. അങ്ങനെ മുതലാളി എല്ലാം വിളമ്പുകയാണ്. സ്റ്റാഫ് കഴിച്ചിട്ട് മുതലാളി കഴിക്കുന്നുള്ളൂ പറഞ്ഞു. ഇതാണ് വർക്ക്ഷോപ്പിലെ കൂട്ടുകാരെല്ലാരും ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഞാനും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ പായസമൊക്കെ വന്നു. അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അടാറ് പായസമായിരുന്നു. ശേഷം പായസം എല്ലാം കഴിച്ച് തലയ്ക്ക് മത്ത് പിടിച്ച് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോ നല്ല ഓർക്കസ്ട്രയാണ്. ഇനിയിപ്പോ വർക്ക് ചെയ്യാനൊക്കെ നല്ല പാടാണ്. ഒന്ന് പായലോട്ട് കിടന്ന ഇപ്പൊ ഉറങ്ങും. സച്ചിന്റെ കണ്ണൊക്കെ അടഞ്ഞടഞ്ഞ് വരിക. ശേഷം ഞങ്ങളെ മുതലാളിയുടെ വക ഒരു ഓണക്കിറ്റും കൂടെ ഉണ്ട്. ഒരു ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉണ്ട് ഇതിനകത്ത്. ഓണത്തിന് ഇനി പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിനോയുടെ ബൊലേറോ കണ്ടിട്ട് ലോഡ് അടിക്കാൻ ഒരു കുഴപ്പമില്ല. പകുതി ഓണക്കിറ്റ് ഷിജോയുടെ മയിൽവാഹനമായ 800 വെച്ചിട്ടുണ്ട്. ശേഷം വേറെല്ലാം വീർത്ത് നമ്മൾ നേരെ അജാസിക്കയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ അജാസിക്കയുടെ വീട്. അജാസിക്കയുടെ മറിയത്തിനെയാണ് നമ്മൾ കാണാൻ വന്നത്. ഇതാണ് നമ്മുടെ കുട്ടി മറിയം. ബിനോയെ ഒന്ന് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ മറിയം ചിരിച്ചിരിക്കുകയാണ്. ബിനോയുടെ മറിയത്തിന്റെ ക്യൂട്ട്നെസ് കണ്ടു. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ അനന്തപുൻ ഉപ്പേരി കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ശേഷം പ്രിൻസ് കൊച്ചിനെ എടുക്കാൻ നോക്കുന്നുണ്ട്. അജാസിന്റെ വിട്ട് തീരെ വരത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓണാഘോഷങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഫോളോ അടുത്ത വീഡിയോ കാണാം. ബൈ.